ഫ്രണ്ട്സ്, കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 100 റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിത്തൗട്ട് എനി ഡിലേ, സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Before Quit India movement, the British government made a plan to imprison Gandhiji and other Congress leaders. The plan was known as Options A. Operation White Point, B. Operation Zero Hour, C. Operation Success Night, D. Operation Defense Star. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്പറേഷൻ സീറോ അവർ ആണ് ആൻസർ. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് 1942 ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി തൊട്ടടുത്ത് നടന്ന 1942 തന്നെ നടന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ സെഷനിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ബ്രിട്ടീഷ് ഗവൺമെൻറ് മെയ്ഡ് എ പ്ലാൻ ടു ഇംപ്രസൺ ഗാന്ധിജി ആൻഡ് അതർ കോൺഗ്രസ് ലീഡേഴ്സ്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ അവർ കൊടുത്ത പേരാണ് ഓപ്പറേഷൻ സീറോ അവർ. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ട്സ്, അരുണ ആസഫലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന രീതിയിൽ പ്രശസ്തമായത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആഹ്വാനം ചെയ്ത ആ സമ്മേളനം നടന്നത്. അത് ബോംബെയിലെ ഗ്വാളിയ ടാങ്ക് മൈതാനിലാണ് നടന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ വാട്ടർഷെഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ ഈസ് ഫോംഡ് ബൈ. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയ്ക്കുള്ള നീർത്തടം ഉണ്ടാക്കിയിരിക്കുന്നത് ഫോളോയിങ് ഏത് ഹില്ലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ തന്നിരിക്കുന്നത് നാഗ ഹിൽസ്, കാഞ്ചൻഗംഗ, ആരവല്ലീസ്, ശിവാലിക്. ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം മാപ്പ് അറിഞ്ഞിരിക്കണം. നമുക്ക് ചുമ്മാ റഫായിട്ടൊരു ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഹിൽസ് റേഞ്ചൊക്കെ എവിടെയാണെന്ന് നമുക്കൊരു ചെറിയ ഐഡിയ വേണം. അപ്പോൾ ജമ്മു കാശ്മീർ, നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഇന്ത്യ, ഗുജറാത്ത്, റഫായിട്ടുള്ളൊരു ഇന്ത്യയുടെ ഫിഗർ നമ്മൾ വരച്ചു. അപ്പോൾ നാഗ ഹിൽസ് എന്ന് പറയുന്ന റേഞ്ച് വരുന്നത് മ്യാൻമാർ, നമുക്ക് ഏകദേശം ഈ ഒരു റേഞ്ചാണ് മ്യാൻമാർ വരുന്നത്. ഓക്കെ, ഇവിടെ നാഗാലാൻഡ് ഉണ്ട്, ഇവിടെയാണ് നാഗ ഹിൽസ് വരുന്നത്. പിന്നെ കാഞ്ചൻഗംഗ പർവ്വതം വരുന്നത് സിക്കിമിൻ്റെയും നേപ്പാളിൻ്റെയും ഇടയ്ക്കാണ്. അത് ഇവിടെയാണ് ബി, അതായത് കാഞ്ചൻഗംഗ വരുന്നത്. ഇവിടെയാണ് നാഗ ഹിൽസ് വരുന്നത്, എ ഓപ്ഷൻ വരുന്നത്. അടുത്തത് സി, ആരവല്ലീസ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ്, അതായത് ഈ ഒരു റേഞ്ചിലാണ് ആരവല്ലി റേഞ്ച് വരുന്നത്. അതായത് രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ് ആ ഒരു റേഞ്ചിൽ വരും. ഗുജറാത്തിലേക്കൊക്കെ ഇച്ചിരി കടന്നു വരും. പിന്നെ വരുന്നത് ശിവാലിക്. ശിവാലിക് എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഒരു പർവ്വതനിരയാണ്. ശിവാലിക് ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ടർഷെഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ ഈസ് ഫോംഡ് ബൈ എന്നാണ്. മ്യാൻമാർ ഇവിടെയാണ് ഇരിക്കുന്നത്, മ്യാൻമാർ. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയനിലുള്ള ഈ ഒരു ഹില്ലാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. നാഗ ഹിൽസ് ആണ് റൈറ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ SSCക്ക് ചോദിച്ചിട്ടുണ്ട്. SSCക്ക് അത് പക്ഷേ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: നാഗ ഹിൽസ് ഫോം ദ വാട്ടർഷെഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി എന്നായിരുന്നു അന്നത്തെ ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണത്. അത് മ്യാൻമാർ എന്നായിരുന്നു അതിൻ്റെ ആൻസർ. ഇതിൻ്റെ ആ ടെസ്റ്റ് ചെയ്ത് ചോദിച്ചെന്നുള്ളൂ, ദ വാട്ടർഷെഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് മ്യാൻമാർ. ആൻസർ ഈസ് നാഗ ഹിൽസ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹിൽ സ്റ്റേഷൻസും ഹിൽസൊക്കെ എവിടെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ വാസ് ഡിപ്പോർട്ടഡ് ഫ്രം ട്രാവങ്കൂർ ഇൻ. സ്വദേശി രാമകൃഷ്ണ പിള്ളയെ തിരുവനന്തപുരത്ത് നിന്ന് നാട് കടത്തിയ കൊല്ലമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് 1911, 1910, 1909, 1931. ഇതിന് ആൻസർ വരുന്നത് 1910 ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇതുപോലുള്ള ഡേറ്റുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഒരു റെയർ ആയിട്ടുള്ളൊരു ഡേറ്റ് ആണ്, അപ്പോൾ എന്തായാലും ഓർത്തിരിക്കുക. 1910 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഇന്ത്യൻ ലീഡർ വാസ് ഡിസ്മിസ്ഡ് ബൈ ബ്രിട്ടീഷ് ഫ്രം ദ ഇന്ത്യൻ സിവിൽ സർവീസ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഏത് ഇന്ത്യൻ ലീഡറെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തത്? ഓപ്ഷൻ എ തേജ് ബഹാദൂർ സപ്രു, ബി സുഭാഷ് ചന്ദ്രബോസ്, സി സുരേന്ദ്രനാഥ് ബാനർജി, ഡി ദാദാഭായ് നവറോജി. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. സുരേന്ദ്രനാഥ് ബാനർജിനെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തത്. അദ്ദേഹം 1869 ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായത്. അതിനുശേഷം ഒരു ഏജ് റിലേറ്റഡ് പ്രോബ്ലം വന്നു, ഒരു ഡിസ്പ്യൂട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യാണ് ഉണ്ടായത്. പക്ഷെ വീണ്ടും 1871 അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ഹൂ ക്ലിയർഡ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അദ്ദേഹത്തിൻ്റെ പേര് സത്യേന്ദ്രനാഥ് ടാഗോർ എന്നാണ്. സത്യേന്ദ്രനാഥ് ടാഗോറാണ് ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സായത്. അദ്ദേഹം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ സഹോദരനാണ്. ഓക്കെ, ഇനി
നമുക്ക് തേജ് ബഹാദൂർ സപ്രു, ഈ ഓപ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതെന്ന് പറഞ്ഞാൽ 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിനും പങ്കെടുത്ത വ്യക്തികളിൽ ഒരാളാണ് തേജ് ബഹാദൂർ സപ്രു. അതായത് 2 പേരാണ് ശരിക്കും 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്തത്. റൗണ്ട് ടേബിൾ കോൺഫറൻസ് അതിൽ പങ്കെടുത്ത 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്തതിൽ ഒരാളാണ് തേജ് ബഹാദൂർ സപ്രു, ഒരാൾ BR അംബേദ്കർ ആണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓപ്ഷൻ ഡി, ദാദാഭായ് നവറോജിയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹമാണ് ഫസ്റ്റ് മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റേറിയനായിരുന്നു. അതുപോലെ തന്നെ ഡ്രെയിൻ തിയറി ദാദാഭായ് നവറോജിയുടെയാണ്. പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന ബുക്ക് എഴുതിയതും ദാദാഭായ് നവറോജിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ഹു സ്റ്റാർട്ടഡ് ബച്പൻ ബച്ചാവോ ആന്തോളൻ? ആരാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻസ്: മേധ പട്കർ, ബി മലാല, സി കൈലാഷ് സത്യാർത്ഥി, ഡി ഗോപാൽ ഹരി ദേശ്മുഖ്. നമുക്കറിയാം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2014 നൊബേൽ പീസ് പ്രൈസ് വിന്നറായ കൈലാഷ് സത്യാർത്ഥിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഈ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് 1980-കളിലാണ്. ചൈൽഡ് ലേബറിനെതിരെയും ചൈൽഡ് റൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് പ്രവർത്തിച്ചതാണ്. അതുകൊണ്ടാണ് 2014 അദ്ദേഹത്തെ നൊബേൽ പ്രൈസ് വിന്നറാക്കിയത്, പീസ് പ്രൈസ് വിന്നർ ആക്കിയത്. നമുക്കിനി ഓപ്ഷൻസ് ഒന്ന് നോക്കാം. മേധ പട്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ പ്രവർത്തകയായിരുന്നു, ഇന്ത്യൻ സോഷ്യൽ വർക്കറാണ്. ഓപ്ഷൻ ബി മലാല നോൺ ഫോർ ഗേൾസ് ആൻഡ് വുമൺ ചൈൽഡ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് എന്ന നിലയിലാണ്. മലാലയ്ക്ക് 2014 നൊബേൽ പീസ് പ്രൈസ് കിട്ടിയതാണ് കൈലാഷ് സത്യാർത്ഥിയുടെ കൂടെ. ഓപ്ഷൻ ഡി ഗോപാൽ ഹരി ദേശ്മുഖ്. അദ്ദേഹം അറിയപ്പെടുന്നത് ലോകഹിതവാടി എന്നാണ്. ലോകഹിതവാടി. ഇദ്ദേഹം റോട്ട് അഗെയിൻസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ഇൻ മഹാരാഷ്ട്രയാണ്. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ മഹാരാഷ്ട്രയിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പെൻനെയിമാണ് ഈ ലോകഹിതവാടി. ഹു ഈസ് നോൺ ആസ് ലോകഹിതവാടി? അങ്ങനെ ക്വസ്റ്റനൊക്കെ മിക്കവാറും PSCക്ക് ചോദിക്കാറുണ്ട്. അദ്ദേഹം വീക്ക്ലി പ്രഭാകറിലായിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. പ്രഭാകർ, ഈ ഒരു ക്വസ്റ്റനും PSCക്ക് ഇഷ്ടപ്പെട്ടൊരു ക്വസ്റ്റനാണ്. പ്രഭാകർ മാഗസീനിൽ എഴുതുന്ന വ്യക്തിയുടെ പേരൊക്കെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ലോകഹിതവാടി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പെൻനെയിം. അപ്പോൾ ഈ 2 നെയിംസ് ഓർത്ത് വെച്ചേക്കുക. പ്രഭാകർ വീക്ക്ലിയും ലോകഹിതവാടി ഗോപാൽ ഹരി ദേശ്മുഖിൻ്റെ പെൻനെയിമാണ്, തൂലികാനാമമാണ്. ഓക്കെ, അദ്ദേഹം മഹാരാഷ്ട്രയിലെ കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ എഴുതിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. നെയിം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹു ടുക്ക് പാർട്ട് ഇൻ ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓർഗനൈസ്ഡ് ബൈ UN. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്ത ആദ്യത്തെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ബി ലാൽ ബഹദൂർ ശാസ്ത്രി, സി ഇന്ദിരാഗാന്ധി, ഡി രാജീവ് ഗാന്ധി. ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ഇന്ദിരാഗാന്ധിയാണ്. ഓർക്കുക, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസ് ചെയ്ത ഫസ്റ്റ് ഇൻ്റർനാഷണൽ കോൺഫറൻസ് അറ്റൻഡ് ചെയ്ത പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. ദ യുനെസ്കോ ഹാസ് ഡിക്ലെയർഡ് ഇന്ത്യാസ് നിക്കോബാർ ഐലൻഡ് ആസ്. ഓപ്ഷൻസ്: എ ദ വേൾഡ് ബയോസ്ഫിയർ റിസർവ്, ബി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, സി വേൾഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി സൈറ്റ്, ഡി വേൾഡ് ഹിസ്റ്റോറിക്കൽ സൈറ്റ്. യുനെസ്കോ ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിനെ എന്തായിട്ടാണ് ഡിക്ലെയർ ചെയ്തത്? ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. വേൾഡ് ബയോസ്ഫിയർ റിസർവ് ആണ് ആൻസർ. യുനെസ്കോ വേറെയും ബയോസ്ഫിയർ റിസർവുകൾ ഇന്ത്യയിലെ പല സൈറ്റുകൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത 2 സൈറ്റാണ്. ഒന്ന് നീലഗിരിയും 2 അഗസ്ത്യാർകൂടം അതുപോലെ നീലഗിരിയും കേരളത്തിലെ ബയോസ്ഫിയർ റിസർവ്സ് ആണ്. ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട ബയോസ്ഫിയർ റിസർവ്സ് എല്ലാം പഠിക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നന്ദദേവി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ്, കോൾഡ് ഡെസേർട്ട് ഇൻ ഹിമാചൽ പ്രദേശ്, കാഞ്ചൻഗംഗ സിക്കിം, മനാസ് അസ്സാം, പന്ന മധ്യപ്രദേശ്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടു, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് നിങ്ങൾ എന്തായാലും പഠിക്കണം. വേൾഡ് ബയോസ്ഫിയർ റിസർവിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. നെയിം ദ ഓതർ ഓഫ് ദ ബുക്ക് ടൈറ്റിൽഡ് 1283. 1283 എന്ന ടൈറ്റിലുള്ള ബുക്ക് എഴുതിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ സാനിയ മിർസ, ബി പെലെ, സി റഫേൽ നദാൽ, ഡി മറഡോണ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പെലെയാണ്
1283 എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയത്. ഇനി കുറച്ച് ഈ ഒരു സ്പോർട്സ് പേഴ്സൺസിൻ്റെ ജസ്റ്റ് ഓട്ടോബയോഗ്രഫിയുടെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. സാനിയ മിർസയുടെ ഓട്ടോബയോയുടെ പേരാണ് എയ്സ് എഗെയിൻസ്റ്റ് ഓഡ്സ്. നെക്സ്റ്റ് റഫേൽ നദാൽ, റഫ മൈ സ്റ്റോറി എന്നായിരുന്നു റഫേൽ നദാലിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേര്. പെലെയുടെ ഓട്ടോബയോഗ്രഫി ശരിക്കും പെലെ എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മറഡോണയുടെ ഓട്ടോബയോഗ്രഫി വരുന്നത് എൽ ഡിയാഗോ എന്നാണ്. എൽ ഡിയാഗോ ഇതായിരുന്നു മറഡോണയുടെ ഓട്ടോബയോഗ്രഫി. ഇദ്ദേഹം 25 നവംബർ 2020 മരണപ്പെട്ടത്. അപ്പോൾ മറഡോണയുടെ ഓട്ടോബയോഗ്രഫി ചോദിക്കാൻ ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലിയാണ് അദ്ദേഹത്തിൻ്റെ ഡെത്ത് സംഭവിച്ചത്. 2020 നവംബറിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ പെലെയുടെ ഈ ബുക്കില്ലേ, ഈ 1283 എന്ന് പറയുന്ന നമ്പർ അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് ഗോൾസ് ആണ് കേട്ടോ. അതായത് നമ്പർ ഓഫ് ഗോൾസ് ഹി സ്കോർഡ് ആണ് 1283. 1389 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് അദ്ദേഹം ഈ ബുക്കിൻ്റെ ടൈറ്റിലായിട്ട് കൊടുക്കാൻ കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. ഡ്യൂറിങ് ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഹൂ എമംഗ് ദ ഫോളോവിങ് സ്റ്റാർട്ടഡ് എ മാഗസിൻ ദ ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്? ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൻ്റെ പീരീഡിൽ ആരാണ് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് എന്ന മാഗസിൻ സ്റ്റാർട്ട് ചെയ്തത്? ഓപ്ഷൻസ്: എ സുഭാഷ് ചന്ദ്രബോസ്, ബി അരബിന്ദോ ഘോഷ്, സി സൂര്യസെൻ, ഡി ശ്യാംജി കൃഷ്ണ വർമ്മ. ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ശ്യാംജി കൃഷ്ണ വർമ്മയാണ്. ഇദ്ദേഹം ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം ലണ്ടനിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രംഗം. ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റിയും അതുപോലെ തന്നെ ഇന്ത്യ ഹൗസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. ഓക്കെ, ലണ്ടനിൽ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. റീസെൻ്റ്ലി എന്താണ് ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ റീസെൻ്റ്ലി അദ്ദേഹത്തിന് ട്രൈബ്യൂട്ട് കൊടുത്തു. ഓക്കെ, ഓൺ 14 ഒക്ടോബർ 2020 അദ്ദേഹം ശ്യാംജി കൃഷ്ണ വർമ്മയെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യൻ സോഷ്യോളിസ്റ്റ് എന്ന് പറയുന്ന മാഗസീനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, റീസെൻ്റായിട്ട് അദ്ദേഹം മെൻഷൻ ചെയ്തുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ കയറി വരാൻ പറ്റുന്നൊരു ചോദ്യമാണ് ശ്യാംജി കൃഷ്ണ വർമ്മയുടെ പേര്. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ശ്യാംജി കൃഷ്ണ വർമ്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. In this instance, we could not play off the Mohammedans against the Hindus. To which one of the following events did this remark of Acheson relate? ക്വസ്റ്റ്യൻ പറയുന്നതാണ്, ആദ്യം തന്നെ സെൻറ്റൻസ് തന്നിരിക്കുകയാണ്. ഇൻ ദിസ് ഇൻസ്റ്റൻസ്, ഈ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഈ എച്ചസൺ എന്ന് പറയുന്ന ആൾ ഏത് ഇവൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് റിവോൾട്ട് ഓഫ് 1857, ബി നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, സി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, ഡി ക്വിറ്റ് ഇന്ത്യ. മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കാൻ നമുക്ക് ഈ സന്ദർഭത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞത് ഏത് ഇവൻ്റാണ്? ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, റിവോൾട്ട് ഓഫ് 1857 ആണ് ഇതിൻ്റെ ആൻസർ. എച്ചസൺ എന്ന് പറയുന്ന ആൾ 1854-55 സമയത്ത് ഇന്ത്യൻ സിവിൽ സർവീസ് പാസ്സാകുകയും പഞ്ചാബിലെ ഹുസൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സിവിൽ സർവൻ്റായിട്ട് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് റിവോൾട്ട് ഓഫ് 1857 നടക്കുന്നത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം നടത്തിയൊരു റിമാർക്കാണ് മുസ്ലിങ്ങളെ ഹിന്ദുക്കൾക്കെതിരെ തിരിക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇച്ചിരി റയറായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും എല്ലാവരും പഠിക്കുക. 1857 റിലേറ്റഡ് ആണ് എച്ചസൺ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. എച്ചസൺ പിന്നീട് പഞ്ചാബിലെ തന്നെ പിന്നീട് ആ പ്രൊവിൻസിലെ ഗവർണറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ഫോർട്ട് അണ്ടർ ദ കെയർ ഓഫ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫൗണ്ട് ഇൻ കേരള? ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഏറ്റവും വലിയ ഫോർട്ട് കേരളത്തിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ വില്യം ഫോർട്ട്, ബി സെൻറ്റ് ജോർജ് ഫോർട്ട്, സി ബേക്കൽ ഫോർട്ട്, ഡി അഞ്ചുതെങ്ങ് ഫോർട്ട്. ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബേക്കൽ ഫോർട്ടാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ദ വൈഡസ്റ്റ് പാസ് ഇൻ സഹ്യാദ്രി. ഓപ്ഷൻസ് നോക്കാം. എ ആര്യങ്കാവ് പാസ്, ബി ബോഡിനേക്കൽ പാസ്, ബോഡിനേക്കന്നൂർ പാസ്, സി കമ്പം പാസ്, ഡി പാലക്കാട് പാസ്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വൈഡസ്റ്റ് പാസ് സഹ്യാദ്രിയിലെ പാലക്കാട് പാസ്സാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13.
The woman who is famous through the Rajdhani march to Kavadiyar Palace. ഓപ്ഷൻസ് നോക്കാം. എ അക്കമ്മ ചെറിയാൻ, ബി അന്ന ചാണ്ടി, സി ആര്യപ്പല്ലം, ഡി എ വി കുട്ടിമാളു അമ്മ. ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത് നമുക്കറിയാം അക്കമ്മ ചെറിയാനാണ്. അക്കമ്മ ചെറിയാനാണ് രാജധാനി മാർച്ച് നടത്തിയത്. കവടിയാർ പാലസിലേക്കായിരുന്നു അത്. ഫ്രം തമ്പാനൂരായിരുന്നു ആ ഒരു മാർച്ച്. അക്കമ്മ ചെറിയാൻ ട്രിവാൻഡ്രത്തെ ഝാൻസി റാണി ഝാൻസി റാണി ഓഫ് ട്രാവങ്കൂർ എന്നാണ് അക്കമ്മ ചെറിയാൻ അറിയപ്പെട്ടിരുന്നത്. ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നും അറിയപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ഈ രാജധാനി മാർച്ച് നടക്കുന്ന സമയത്ത് മുമ്പിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന അക്കമ്മ ചെറിയാൻ തോക്ക് ചൂണ്ടിയ പോലീസുകാരോട് പറഞ്ഞു, ഞാനാണ് ലീഡർ, അവരെ കൊല്ലുന്നതിന് മുമ്പ് എന്നെ കൊല്ലുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അക്കമ്മ ചെറിയാനെക്കുറിച്ച് ഓർക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 14. ലിത്തോ പ്രിൻറ്റിംഗ് ഇൻ കേരള വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൊട്ടസ്റ്റന്റ് മിഷണറി. ലിത്തോ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞ ടെക്നിക്ക് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് മിഷണറിയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: എ ജൊഹാൻ ഗുട്ടൻബർഗ്, ബി WJ റംഗൽബെർട്ട്, സി ഫാദർ മെറ്റീർ, ഡി ഹെർമൻ ഗുണ്ടർട്ട്. ഹെർമൻ ഗുണ്ടർട്ട്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ലിത്തോ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബേസൽ മിഷൻ്റെ പ്രസ്സുകളിലുണ്ടായിരുന്ന ഒരു ടെക്നോളജി ആയിരുന്നു. അവരാണത് കേരളത്തിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബേസൽ മിഷൻ ജർമ്മനിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മിഷനാണ്. അത് 1815 സ്ഥാപിച്ചത്. 1833 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് നോൺ ബ്രിട്ടീഷ് ആയിട്ടുള്ള മിഷണറിക്കും വർക്ക് ചെയ്യാൻ വരാം എന്നുള്ളൊരു കരാർ കൊടുത്തപ്പോൾ 1838 ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ BM എന്നാണ് പറയുക. അത് മലബാറിൽ എത്തി. കേരളത്തിലെ മലബാറിലേക്കാണ് അവർ ആദ്യമായിട്ട് എത്തിയത്. അപ്പോൾ അവിടെ അവർ സ്കൂളുകൾ സ്ഥാപിച്ചു, അതേപോലെ തന്നെ ചർച്ച് ഹോസ്പിറ്റലൊക്കെ സ്ഥാപിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മോർ ദാൻ എഡ്യൂക്കേഷൻ ദേ സ്റ്റാർട്ടഡ് ടു തിങ്ക് ദാറ്റ് എക്കണോമിക്കൽ ബാക്ക്വേർഡ്നെസ് ഷുഡ് ബി റിമൂവ്ഡ്. സോ അതുകൊണ്ട് അവർ ഒരു റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ജോബ്സ് കൊടുക്കാൻ വേണ്ടി പ്രസ്സസ് സ്ഥാപിച്ചു. അത് പ്രിൻറ്റിംഗ് പ്രസ് അവർ സ്ഥാപിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ടെക്നോളജി ആയിരുന്നു ഈ ലിത്തോ പ്രിൻറ്റിംഗ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഈ ലിത്തോ പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് ഹെർമൻ ഗുണ്ടർട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓപ്ഷനിൽ ഹെർമൻ ഗുണ്ടർട്ടാണ് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ ബേസൽ മിഷൻ്റെ പ്രസ്സിലായിരുന്നു ഈ ലിത്തോ പ്രിൻറ്റിംഗ് ഉള്ളത്. അതുകൊണ്ട് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മറക്കരുത്, ലിത്തോ പ്രിൻറ്റിംഗ് ബേസൽ മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഹെർമൻ ഗുണ്ടർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 15. നെയിം ദ സോഷ്യൽ റിഫോമർ ഹു ഹാസ് ഫൗണ്ടഡ് ജാതിനാശിനി സഭ through which he promoted intercaste marriage in Kerala. Options: A. Swami Anandatirthan, B. K. Ayyappan, C. Sri Narayana Guru, D. Brahmananda Shivayogi. ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സ്വാമി ആനന്ദതീർത്ഥനാണ് കേരളത്തിൽ ഇൻ്റർകാസ്റ്റ് മാരേജ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജാതിനാശിനി സഭ രൂപീകരിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16th question. The International Day for the Elimination of Violence Against Women is. Options നോക്കാം. November 10, November 15, November 20, November 25. 16th ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നവംബർ 25 ആണ് ഇൻ്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ. നവംബർ മാസത്തെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള 11 മാസത്തെയും ഇമ്പോർട്ടൻ്റ് ഡേറ്റ്സ് ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കേണ്ടതാണ്. അപ്പോൾ നവംബർ മാസത്തെ ജസ്റ്റ് ഒന്ന് നോക്കാം. നവംബർ 5 എന്ന് പറയുന്നത് വേൾഡ് റേഡിയോഗ്രാഫി ഡേ ആണ്. നവംബർ 7 ഇൻഫൻറ്റ് പ്രൊട്ടക്ഷൻ ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് ക്യാൻസർ അവയർനെസ് ഡേ കൂടിയാണ്. നവംബർ 21 എന്ന് പറയുന്നത് വേൾഡ് ടെലിവിഷൻ ഡേ ആണ്. അതുപോലെ തന്നെ വേൾഡ് ഫിഷറീസ് ഡേ കൂടിയാണ്. നവംബർ 25 എന്ന് പറയുന്നത് വേൾഡ് നോൺ വെജ് ഡേ ആണ്. നവംബർ 29 ഈസ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സോളിഡാരിറ്റി വിത്ത് പാലസ്തീനിയൻ പീപ്പിൾ ആണ്. അപ്പോൾ ഇത്രയും ഡേയ്സ് പഠിച്ചു വയ്ക്കുക നവംബറിലെ. ബാക്കിയുള്ള മാസം ഇതേപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കുക. അതിനുശേഷം ഡെയിലി എല്ലാ ദിവസവും നമ്മളത് ഒന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് റിമെമ്പർ ചെയ്യുക. ഒറ്റ ദിവസം നമ്മളിരുന്ന് എല്ലാ ഡേറ്റും പഠിച്ചാൽ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ ഓരോ ദിവസവും ഓരോ മാസത്തെ പഠിച്ച് അത് പിന്നെയും ഓർത്ത് റിമെമ്പർ ചെയ്ത് ആ രീതിയിൽ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 17. എക്സ്പാൻഡ് കെൽസ, KELSA. ഇതിൻ്റെ ഓപ്ഷൻസ്: കേരള ലീഗൽ സർവീസ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി, കേരള ലീഗൽ സർവീസ് അസോസിയേഷൻ, ഡി കേരള ലീഗൽ സ്റ്റഡീസ് അതോറിറ്റി.
ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. 18th ക്വസ്റ്റ്യൻ. ഹു ഈസ് ദ ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ? ഹയസ്റ്റ് ലോ ഓഫീസർ ഓപ്ഷൻസ് നോക്കാം. എ അറ്റോർണി ജനറൽ, ബി അഡ്വക്കേറ്റ് ജനറൽ, സി പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഡി ചീഫ് ജസ്റ്റിസ്. ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അറ്റോർണി ജനറലാണ്. സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് ലോ ഓഫീസർ എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജനറലാണ്. ഓക്കെ, ഇത് നാഷണൽ, ഇത് സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് ലോ ഓഫീസറാണ് അഡ്വക്കേറ്റ് ജനറലാണ്. അറ്റോർണി ജനറൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ വരുമ്പോൾ അറ്റോർണി ജനറൽ എന്നാണ് ആ പോസ്റ്റിന് പറയുന്ന പേര്. ഓക്കെ, അപ്പോൾ ഓർക്കുക, സ്റ്റേറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറലാണ്, നാഷണൽ ലെവലിൽ വരുമ്പോഴത്തേക്കും അറ്റോർണി ജനറലാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 19. The first characteristic Malayalam novel is Indulega is published in. Options നോക്കാം. 1889, 1910, 1909, 1931. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1889 ആണ് കറക്റ്റ് ആൻസർ. മലയാളത്തിലെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ പബ്ലിഷ് ചെയ്ത ഇയർ 1889 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. 93rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് റിലേറ്റഡ് വിത്ത്. ഓപ്ഷൻസ് നോക്കാം. എ എഡ്യൂക്കേഷൻ, ബി ലേബർ, സി എൻവയോൺമെൻറ്റ്, ഡി സ്പീക്കർ. 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എഡ്യൂക്കേഷൻ ഉണ്ട്, ലേബർ ഉണ്ട്, എൻവയോൺമെൻറ്റ് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പറയുന്നത് ഇതാണ്. It allows government to make special provisions for SC, ST and socially and educationally backward communities, including their admission in aided and unaided private educational institutions. അതായത് SC, ST തുടങ്ങിയ സോഷ്യലി എഡ്യൂക്കേറ്റഡ് ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിനെ മുൻധാരയിലേക്ക് കൊണ്ടുവരാനും അതേപോലെ അവരുടെ അഡ്മിഷൻ എയ്ഡഡും അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നൽകാനും വേണ്ടിയുള്ള പ്രൊവിഷൻസ് ഗവൺമെൻറ്റിന് അതിനുള്ള ലോ ഉണ്ടാക്കാം എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റാണ് 93rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എ ആണ്, എഡ്യൂക്കേഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 21. ദ ഹാരപ്പൻ സൈറ്റ് നോൺ ആസ് മൗണ്ട് ഓഫ് ഡെഡ്. മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്നത് ഏത് ഹാരപ്പൻ സൈറ്റ് ആണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ റൂപ്പാർ, ബി ലോത്തൽ, സി കാലിബംഗൻ, ഡി മോഹൻജദാരോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മോഹൻജദാരോ ആണ് ആൻസർ. മോഹൻജദാരോ ആണ് മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മൗണ്ട് ഓഫ് ഡെഡ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഓരോ ഓപ്ഷൻസും നോക്കാം. റൂപ്പാർ, അതായത് മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തിരിക്കുന്നതിൻ്റെ തെളിവ് ലഭിച്ചത് റൂപ്പാറാണ്. ഇത് പഞ്ചാബിലാണ്. ഓക്കെ, റൂപ്പാർ ഇന്ന് ഇന്ത്യയുടെ പഞ്ചാബ് പ്രവിശ്യയിലാണ് റൂപ്പാർ. ലോഥൽ എന്ന് പറയുന്നത് ഒരു തുറമുഖ നഗരമാണ്. അതായത് സിന്ധുനദ സംസ്കാരത്തിൻ്റെ തുറമുഖ നഗരം എന്നറിയപ്പെടുന്നത് ലോഥലാണ്. ഇത് ഗുജറാത്തിലാണ്. അടുത്തത് ഓപ്ഷൻ സി കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിൻ്റെ അർത്ഥം കറുത്ത വളകൾ എന്നാണ്. ഓക്കെ, കാലിബംഗൻ മീൻസ് കറുത്ത വളകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. തടി കൊണ്ടുള്ള ഓടകൾ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ് കാലിബംഗൻ. ഇത് രാജസ്ഥാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കുക. റൂപ്പാർ പഞ്ചാബിലാണ്. മനുഷ്യനൊപ്പം നായയെ അടക്കം ചെയ്തതിൻ്റെ തെളിവാണ് റൂപ്പാർ എന്ന് ലഭിച്ചത്. ലോഥൽ എന്ന് പറഞ്ഞത് തുറമുഖ നഗരമാണ്, ഗുജറാത്തിലായിരുന്നു. കാലിബംഗൻ എന്ന് പറഞ്ഞാൽ കറുത്ത വളകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. രാജസ്ഥാൻ ബേസ്ഡ് ആണ്. എന്താണ്, തടി കൊണ്ടുള്ള ഓടകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ മോഹൻജദാരോ ഇറ്റ് ഈസ് മരിച്ചവരുടെ കുന്ന് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. ഹാൽഡിഗട്ടി പാസ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് മൗണ്ടൻ റേഞ്ചസ്. ഹാൽഡിഗട്ടി പാസ് ഏത് മൗണ്ടൻ റേഞ്ചിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ ഹിമാലയ, ബി ആരവല്ലി റേഞ്ചസ്, സി ഈസ്റ്റേൺ ഘട്ട്, ഡി വെസ്റ്റേൺ ഘട്ട്. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആരവല്ലി റേഞ്ചസിലുള്ള പാസ്സാണ്, മൗണ്ടൻ പാസ്സാണ് ഹാൽഡിഗട്ടി പാസ്. നമ്മൾ നേരത്തെ ഇന്ത്യയുടെ ഭൂപടം വരച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ ഒരു റീജിയണിൽ വരുന്ന പാസ് ആണ് ഈ ആരവല്ലി റേഞ്ചസിൽ വരുന്ന ഒരു പാസ്സാണ് ഹാൽഡിഗട്ടി പാസ്. ഇത് രാജസ്ഥാനിലാണ്
ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഈ റേഞ്ചിലാണ് രാജസ്ഥാൻ വരുന്നത്. അവിടെ വരുന്ന ഒരു പാസ്സാണ് ഹാൽഡിഗട്ടി പാസ്. നമുക്കറിയാം ഒരു മൗണ്ടൻ റേഞ്ചിന് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് മൗണ്ടൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മൗണ്ടൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു വഴി പോലെ പാസസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ മൗണ്ടൻ പാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാൽഡിഗട്ടി പാസ് രാജസ്ഥാനിലുള്ളൊരു പാസ്സാണ്. അത് ബന്ധിപ്പിക്കുന്നത് രാജ്സമണ്ട് അതേപോലെ തന്നെ പാലി, അങ്ങനെ 2 സ്ഥലങ്ങളെയാണ് ഈ ഒരു ഹാൽഡിഗട്ടി പാസ് ബന്ധിപ്പിക്കുന്നത്. ആരവല്ലി റേഞ്ചസിലുള്ളൊരു പാസ്സാണ് ഹാൽഡിഗട്ടി പാസ്, ഓർക്കുക. പിന്നെ ഹിമാലയത്തിലുള്ള ഒരുപാട് പാസ്സുണ്ട്. ഷിപ്കില പാസ്സുണ്ട്, ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നത്. അതുപോലെ ജലപ്ലയുണ്ട്, സിക്കിമും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പിന്നെ സിക്കിമും ചൈനയും ബന്ധിപ്പിക്കുന്നത് നാദുല പാസ്സുണ്ട്. അപ്പോൾ ഈ പാസസ് ഇമ്പോർട്ടൻ്റ് ആണ്, മൗണ്ടൻ പാസസ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. അതിനകത്ത് തന്നെയുള്ളൊരു വേറിട്ടൊരു ക്വസ്റ്റനാണ് ഹാൽഡിഗട്ടി പാസ്. ചോദിച്ചിട്ടുണ്ട്, കേരള പി സിക്ക് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റനാണ് ഹാൽഡിഗട്ടി പാസ്. അപ്പോൾ അത് ഓർക്കുക. പിന്നെ വെസ്റ്റേൺ ഘട്ടിൽ ആണെങ്കിൽ പാലക്കാട് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ പാസസ്, മൗണ്ടൻ പാസ് എന്ന ടോപ്പിക്ക് ഉറപ്പായിട്ടും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വിച്ച് ഇൻകോർപ്പറേറ്റഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴിയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത്? അതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കാം. എ 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്, ബി 73rd, സി 44th, ഡി 42. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 42 ആണ് റൈറ്റ് ആൻസർ. നമുക്കിനി ഓരോ ഓപ്ഷനും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. ബേസിക്കലി 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി ഒരു ന്യൂ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ആഡ് ചെയ്യപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടാണ് 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട്. 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിനകത്ത് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു എലക്ഷനും ഫിനാൻഷ്യലും അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ്, ഇത്രയും കാര്യങ്ങൾ 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴി വന്നു. 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൽ ഫണ്ടമെൻ്റൽ റൈറ്റ് ടു പ്രോപ്പർട്ടി അബോളിഷ് ചെയ്തു. അതായത് നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിരുന്നു റൈറ്റ് ടു പ്രോപ്പർട്ടി, അത് അബോളിഷ് ചെയ്ത് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കണം. പിന്നെ നാഷണൽ എമർജൻസി ഷുഡ് നോട്ട് ബി പ്രൊക്ലെയിംഡ് എക്സെപ്റ്റ് ഓൺ റിട്ടൺ റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ് എന്ന് പറയുന്നൊരു ക്ലോസും കൂടെ 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടിൽ വന്നിട്ടുണ്ട്. എമർജൻസിയായിട്ട് റിലേറ്റ് ചെയ്തതും അതേപോലെ തന്നെ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റായ റൈറ്റ് ടു പ്രോപ്പർട്ടി അബോളിഷ് ചെയ്ത് 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ടാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 42, അതിനകത്ത് ഒരു കാര്യം കൂടെ ഓർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ സെക്യുലർ അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഇൻറ്റഗ്രിറ്റി, ആ 3 ടേം ആഡ് ചെയ്ത് നമ്മുടെ ആമുഖത്തിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ആമുഖത്തിലേക്ക് ആഡ് ചെയ്തത് ഈ 42nd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ആക്ട് വഴിയാണ്. ആ ഒരു കാര്യം ഓർക്കുക. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരുപാട് ടേംസ് അല്ലെങ്കിൽ ഒരുപാട് പ്രൊവിഷൻസ് അതർ കൺട്രീസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. അത് ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറയാം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് നമ്മളെടുത്തത് USSRൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് എടുത്ത റൂൾ ഓഫ് ലോയും പാർലമെൻ്ററി ഗവൺമെൻറ് സിസ്റ്റവും സിംഗിൾ സിറ്റിസൺഷിപ്പുമാണ്. അതുപോലെ തന്നെ അയർലൻഡിൽ നിന്ന് എടുത്തത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതേപോലെ തന്നെ മെത്തഡ് ഓഫ് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് അയർലൻഡിൽ നിന്നാണ്. US-ൽ നിന്ന് നമ്മളെടുത്തത് ഫണ്ടമെൻ്റൽ റൈറ്റും ജുഡീഷ്യൽ റിവ്യൂവും പ്രിയാമ്പിളും ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റുമാണ്. ഓസ്ട്രേലിയയിൽ നിന്നാണ് കൺകറൻറ്റ് ലിസ്റ്റ് എടുത്തത്. ജർമ്മനിയിൽ നിന്ന് ഫണ്ടമെൻ്റൽ റൈറ്റ് സസ്പെൻഡഡ് ഡ്യൂറിങ് എമർജൻസി എന്ന് പറയുന്നൊരു ക്ലോസ് എടുത്തു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എടുത്താണ് അമെൻമെൻറ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, എലക്ഷൻ ഓഫ് രാജ്യസഭാ മെമ്പേഴ്സ്. ജപ്പാനിൽ നിന്ന് എടുത്തതാണ് കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുന്ന ക്ലോസ് ജപ്പാനിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 24. ദ ഫസ്റ്റ് ഇന്ത്യൻ സ്റ്റേറ്റ് വിച്ച് പാസ് ദ GST ബിൽ ഈസ്. ഓപ്ഷൻസ് നോക്കാം. ആസാം, ഗുജറാത്ത്, കേരള, ബീഹാർ. ഏത് സ്റ്റേറ്റാണ് ഫസ്റ്റ് GST ബില്ല് പാസ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ്. അസമാണ് ഫസ്റ്റ് GST ബില്ല് പാസ് ചെയ്തത്. അത് August 12, 2016 ആസാം ഈ GST ബില്ല് പാസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 25th question. Which among the following is the program introduced by Indian government to improve banking services in rural area? റൂറൽ ഏരിയയിൽ ബാങ്കിങ് സർവീസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് പ്രോഗ്രാമാണ് ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തത്? ഇതിൻ്റെ ഓപ്ഷൻസ് എ ഇ ക്രാന്തി, ബി സ്വാഭിമാൻ,
സി ഡിജിറ്റൽ ഇന്ത്യ, ഡി സ്റ്റാർട്ടപ്പ് ഇന്ത്യ. ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. സ്വാഭിമാൻ ആണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നമുക്ക് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഈ ക്രാന്തി എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു നാഷണൽ ഇ ഗവേണൻസ് പ്ലാനാണ്. ഓക്കെ, ടു ആക്സിലറേറ്റ് ഇ ഗവേണൻസ് അക്രോസ് ഇന്ത്യ. ഇ ഗവേണൻസ് ഇന്ത്യയിൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാനാണ് ഈ ക്രാന്തി പ്രോഗ്രാം. ഓക്കെ, പിന്നെ ഓപ്ഷൻ സി ഡിജിറ്റൽ ഇന്ത്യ എല്ലാവർക്കും അറിയാം എന്താണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. എയിമിംഗ് ടു ഇംപ്രൂവ് ഓൺലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എൻഹാൻസ് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി അക്രോസ് ഇന്ത്യ. ഓൺലൈൻ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഡിജിറ്റൽ ഇന്ത്യ. ഇതിൻ്റെ മോട്ടോ ഒന്ന് ഓർക്കുക. ഇതിൻ്റെ മോട്ടോ പവർ ടു എംപവർ, അതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ പറയുന്നത്. ഇനി സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്തായിരുന്നു? സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്തായിരുന്നു അതിൻ്റെ എയിം? ടു പ്രൊമോട്ട് ആൻഡ് സപ്പോർട്ട് സ്റ്റാർട്ടപ്പ് ഇൻ ഇന്ത്യ ആണ്. സ്റ്റാർട്ടപ്സിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ മിഷനാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ. എന്തൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബാങ്ക് ഫൈനാൻസ് പ്രൊവൈഡ് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഇത് ലോഞ്ച് ചെയ്ത ഇയറും കൂടെ ജസ്റ്റ് നോക്കുക. 2016 ജനുവരി 16 അരുൺ ജെയ്റ്റ്ലിയാണ് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 26. ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസ്ഡ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ ഇൻ ഇറ്റ്സ് സെഷൻ ഹെൽഡ് അറ്റ്. ഇന്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്ത ഏത് സെഷനിലാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് കൽക്കട്ട, മദ്രാസ്, ബോംബെ, ലാഹോർ. ഈ ക്വസ്റ്റിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ലാഹോറാണ് കറക്റ്റ് ആൻസർ. ലാഹോർ സെഷനിലാണ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ് ചെയ്തത്. ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻസും കൂടെ നോക്കാം. ഓപ്ഷൻ എ കൽക്കട്ട. ഗാന്ധിജി ആദ്യമായിട്ട് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഈ കൽക്കട്ട സെഷനിലാണ്. അത് 1901 സ്വരാജ് പ്രമേയം കൽക്കട്ട സെഷനിലാണ് ശരിക്കും പാസ്സാക്കിയത്. അത് 1906 ഒന്ന് റിമെമ്പർ ചെയ്യുക. 1906 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇൻ്റർനാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് സ്വരാജ് എന്ന് പറയുന്ന പ്രമേയം കൊണ്ടുവന്നത്. ഇനി മദ്രാസ് സെഷനിൽ എന്തായിരുന്നു അതിൻ്റെ പെക്കുലേറ്റ് എന്ന് പറഞ്ഞാൽ സൈമൺ കമ്മീഷനെ തള്ളിക്കളയാനുള്ള ആഹ്വാനം ചെയ്തത് മദ്രാസ് സെഷനിലാണ്. ഓക്കെ, സൈമൺ കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഒരു സെഷൻ ഓർത്താൽ മതി. ബോംബെ സെഷനിലായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ആഹ്വാനം ചെയ്തത്. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ബോംബെ സെഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് ആണ്. ലാഹോർ പൂർണ്ണ സ്വരാജ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27. ജീവിതം ഒരു സമരം ഇസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിനൈസൻസ് ലീഡർ ഇൻ കേരള. ജീവിതം ഒരു സമരം അക്കമ്മ ചെറിയാൻ്റെ ആത്മകഥയാണ്. നമ്മൾ നേരത്തെ കണ്ടൊരു ക്വസ്റ്റിനകത്ത് വന്ന റിലേറ്റഡ് ഫാക്ട്സ് ആണ്. അപ്പോൾ 27th ക്വസ്റ്റിൻ്റെ ആൻസർ ഈസ് അക്കമ്മ ചെറിയാൻ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 28. ലക്നൗ ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവർ. ലക്നൗ നഗരം ഏത് നദിയുടെ തീരത്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഗോമതി, ഓപ്ഷൻ ബി ഗംഗ, ഓപ്ഷൻ സി സരയു, ഡി യമുന. ഇതിനകത്ത് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗോമതി നദിയുടെ തീരത്താണ് ലക്നൗ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഗംഗയുടെ അടുത്തുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള ഫേമസ് ആയിട്ടുള്ള സിറ്റീസ് ഏതൊക്കെയാണ്? വാരണാസി, അതുപോലെ തന്നെ ബീഹാറിലെ പാട്ന, ഹരിദ്വാർ, അതുപോലെ തന്നെ കാൺപൂർ. ഈ പട്ടണങ്ങളൊക്കെ ഗംഗയുടെ തീരത്താണ്. സരയു നദിയുടെ തീരത്താണ് അയോധ്യ. യമുനയുടെ തീരത്താണ് ഡൽഹി, ആഗ്ര. എല്ലാം ഒന്നും എഴുതുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് മാത്രമാണ് എഴുതുന്നുള്ളൂ. ഇനിയുള്ള ഫേമസ് നദികളുടെ തീരത്തുള്ള പട്ടണങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 29. ദ ബിഗ്ഗസ്റ്റ് ഗ്രാവിറ്റി ഡാം ഇൻ കേരള ഈസ്. ബിഗ്ഗസ്റ്റ് ഗ്രാവിറ്റി ഡാം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ പള്ളിവാസൽ, ഓപ്ഷൻ ബി നേരിമംഗലം, ഓപ്ഷൻ സി ബാണാസുര സാഗർ, ഓപ്ഷൻ ഡി ചെറുതോണി. 29th ക്വസ്റ്റിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ചെറുതോണി അണക്കെട്ടാണ്
ബിഗസ്റ്റ് ഗ്രാവിറ്റി ഡാം ഇൻ കേരള? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി, ചെറുതോണി അണക്കെട്ട് തന്നെയാണ് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ചെറുതോണി അണക്കെട്ടാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ എ, പള്ളിവാസൽ നമുക്കറിയാം ഇടുക്കിയിലെ കേരളത്തിലെ ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. അതേപോലെ തന്നെ ഓപ്ഷൻ ബി, നേരിമംഗലം ഡാം എന്ന് പറഞ്ഞാൽ അത് ഇടുക്കിയിലെ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് നേരിമംഗലം ഡാം. അതേപോലെ തന്നെ ബാണാസുര സാഗർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള ഒരു അണക്കെട്ടാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഏഷ്യ ആണ് ബാണാസുര സാഗർ. അപ്പോൾ അത്രയും കാര്യങ്ങൾ ഓർക്കുക. എന്തൊക്കെയാണ്? പള്ളിവാസൽ ഓപ്ഷൻ എ ഇടുക്കിയിലെ കേരളത്തിലെ ഫസ്റ്റ് ജലവൈദ്യുത പദ്ധതിയാണ്. അത് മുതിരപ്പുഴയിലാണ് കേട്ടോ, മുതിരപ്പുഴയിലാണ് ഈ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി. അതേപോലെ തന്നെ ഇടുക്കിയിലെ പെരിയാറിൽ ഉള്ള ഒരു ഡാമാണ് നേരിമംഗലം ഡാം. പിന്നെ വരുന്നത് ബാണാസുര സാഗർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണുകൊണ്ടുള്ള അണക്കെട്ടാണ് ബാണാസുര സാഗർ. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എർത്ത് ഡാം ഇൻ ഏഷ്യ ആണ്. പിന്നെ ഓപ്ഷൻ ഡി, ചെറുതോണി നമ്മുടെ ബിഗസ്റ്റ് ഗ്രാവിറ്റി ഡാം ഇൻ കേരള. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 30. ദ മേസൺസ് ലീഡർ ഓഫ് കേരള ഹു എസ്റ്റാബ്ലിഷ്ഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ, ബോധീശ്വരൻ, ബി, അയ്യങ്കാളി, സി, വാഗ്ബടാനന്ദൻ, ഡി, പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി തുടങ്ങിയത് വാഗ്ബടാനന്ദനാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നമുക്കിതിൻ്റെ ഓപ്ഷൻസ് നോക്കാം. എ, ബോധീശ്വരൻ. ബോധീശ്വരൻ എന്ന് പറയുന്ന അത് ശരിക്കുള്ള ആളുടെ പേര് കേശവപിള്ള എന്നാണ്. അദ്ദേഹം ഒരു നോൺ സോഷ്യൽ റിഫോമറാണ് ആയിരുന്നു. അതുപോലെ തന്നെ പോയറ്റായിരുന്നു. ട്രിവാൻഡ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലം. നമ്മുടെ സുഗതകുമാരിയുടെ അച്ഛനാണ് ബോധീശ്വരൻ അല്ലെങ്കിൽ കേശവപിള്ള എന്നറിയപ്പെടുന്ന അദ്ദേഹം. ജയ 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 കോമള കേരള ധരണി എന്ന പാട്ട് എഴുതിയത് ബോധീശ്വരനാണ് അല്ലെങ്കിൽ കേശവപിള്ള എന്നറിയപ്പെടുന്ന ബോധീശ്വരനാണ്. പിന്നെ അയ്യങ്കാളിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. സാധുജന പരിപാലന സംഘം അതേപോലെയുള്ള റിലേറ്റഡ് ഫാക്ട്സ് അയ്യങ്കാളിയെക്കുറിച്ച് പഠിക്കുക. പിന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ അറിയാലോ, അരയ സമാജം പണ്ഡിറ്റ് കെ പി കറുപ്പനാണ്. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സ് ഉണ്ട്, ലൈസൻസിൻ്റെ ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അവരെ പറ്റിയൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക.